കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ കർത്തൃദാസന്മാർക്കും കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഈ പബ്ലിസിറ്റിയിലൊക്കെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്ലീസിങ് ഗോഡ് ഇൻ എ പെർവേഴ്സ് ജനറേഷൻ എന്ന ഒരു സബ്ജക്റ്റ് അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ടോപ്പിക്സിൻ്റെ കൂട്ടത്തിൽ ലിവിങ് ദ ജീസസ് കൈൻഡ് ഓഫ് ലൈഫ് ദാറ്റ് പ്ലീസസ് ഗോഡ് ഇൻ ദിസ് പെർവേഴ്സ് ജനറേഷൻ എന്ന മാത്യു 3:17 അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 17 ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. പിതാവാം ദൈവത്തിൻ്റെ ശബ്ദമാണ് ഉണ്ടായത് എന്ന് നമ്മൾക്കറിയാം. യേശുവിൻ്റെ ജീവിതത്തിൽ പിതാവിന് പ്രസാദമായി. അപ്പം അത് 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുവാനായിട്ട് കർത്താവ് വന്ന ആ സമയത്താണ് അങ്ങനെ പരസ്യമായിട്ടൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. 30 വയസ്സ് വരെ കർത്താവ് അത്ഭുതമൊന്നും ചെയ്തതായിട്ടൊന്നും വേദപുസ്തകത്തിലൊന്നും ഇല്ല. അങ്ങനെ അറിയപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തതായിട്ടൊന്നും ഇല്ല. ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് പിതാവ് പ്രസാദിച്ചത്. പിതാവ് പറയാതെ ഒന്നും ചെയ്തില്ല. സോ ദ ഫാദർ വാസ് പ്ലീസ്ഡ്. അപ്പം പൊതു ജനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് പുത്രൻ എന്താണ് അവിടെ ചെയ്തതെന്ന് നമുക്ക് ഒരുപാട് കാര്യം അനുമാനിക്കാൻ കഴിയും. അമ്മ മറിയമ്മനെ സഹായിച്ചെന്നോ ഇളയത്തങ്ങളെ നോക്കിയെന്നോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ന്യായമായി ഒരു 30 വയസ്സ് വരെയുള്ളൊരു ചെറുപ്പക്കാരൻ എന്തെല്ലാം ചെയ്യും? മോസ്റ്റ് പ്രോബബ്ലി ജീസസ് ഡിഡ് ഓൾ ദാറ്റ്. അല്ലാതെ അധികം കാര്യങ്ങൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ പിതാവാം ദൈവം വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മാനസാന്തര സ്നാനം യോഹന്നാൻ വിളിച്ചു പറയുന്നു. ആളുകളെല്ലാം കൂടെ പാപികൾ സ്നാനപ്പെടാൻ കടന്നു വരുമ്പോൾ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്ത ചിന്തിച്ചിട്ടില്ലാത്ത ദൈവത്തിൻ്റെ പുത്രനോട് നിൽക്കുക ക്യൂവിനകത്ത്. ആൻഡ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നു. ആ സമയത്താണ് ഈ ശബ്ദമുണ്ടാകുന്നത്, ദൈവത്തിൻ്റെ ശബ്ദമുണ്ടാകുന്നത്. ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്. ഐ എം വെൽ പ്ലീസ്ഡ് വിത്ത് ഹിം. അപ്പം അതിനകത്തു നിന്നാണ് നമ്മളൊരു ദൂതെടുത്തത്. ദൈവവചനം അനുസരിക്കാത്ത ഒരു റിബല്യസ് ആയിട്ടുള്ള ജനറേഷനിൽ ഞാനും നിങ്ങളും കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ ജഡ അവതാരത്തിൽ മനുഷ്യൻ എന്ന നിലയിൽ ജീവിച്ച ജീവിതത്തെ പരിശോധിച്ച് ഞാനും നിങ്ങളും അതുപോലെ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രസാദമുണ്ടാകും. അതുപോലെ ജീവിക്കുന്നില്ലെങ്കിൽ God will be very disappointed with us. അങ്ങനെ മനുഷ്യൻ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇൻകാർണേഷനിൽ കർത്താവ് വന്നതിന് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ട്. എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. യോഹന്നാൻ 1:18 പറയുന്നത് പിതാവിനെ വെളിപ്പെടുത്താനാണ് പുത്രൻ വന്നത്. ലൂക്കോസ് 19:10 കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. 1 തിമോത്തി 1:15 he came to save sinners. ഇതുപോലെ തന്നെയാണ് അവിടുത്തെ ജഡ അവതാരത്തിൽ നമ്മൾ അവിടുത്തെ ലൈഫ് ഫോളോ ചെയ്യാൻ ഒരു പാറ്റേൺ നമുക്ക് വെക്കുകയാണ്. അപ്പം ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. പെട്ടെന്ന് നമ്മൾ പാപത്തിൻ്റെ പരിഹാരത്തിനായി കർത്താവ് വന്നു, നമ്മുടെ പാപം കർത്താവിൻ്റെ മേൽ ചുമന്നു, റിഡംഷനുള്ള കാര്യങ്ങൾ ചെയ്തു. ഇറ്റ് ഈസ് റൈറ്റ്. പക്ഷേ ഇങ്ങനെയൊരു സംഗതിയുമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക, എന്നെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് കർത്താവ് പറയുന്നത്. അപ്പം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക്ക് വളരെ ആഴമുള്ളതാണ്. ഞാൻ ഇതുപോലെ ശാന്തമായി നിന്ന് മാത്രമേ സംസാരിക്കൂ. ഞാൻ നിങ്ങളെ ഇമോഷണലായിട്ടൊന്ന് ഇളക്കാനൊന്നും ചെയ്യത്തില്ല. That is the work of the Holy Spirit. ദൈവവചനം നിങ്ങൾ പഠിക്കാനായിട്ട് വന്ന്
ജസ്റ്റ് അത് ശ്രദ്ധിക്കുക, എന്നിട്ട് നമ്മൾ വിലയിരുത്തണം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ തന്നെ ഞങ്ങളുടെ തീരുമാനം അതാണ്. ഞങ്ങൾ ഈ വചനത്തിന് മുൻപാകെ ഞങ്ങളെ കൂടെ ഒന്ന് കണ്ട് ഞങ്ങൾക്കൂടി ഈ ദിവസങ്ങളിൽ ഒരു സ്പിരിച്വൽ റിവൈവൽ ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ആ ഒരു അന്തരീക്ഷത്തിലായിരിക്കും. ആർ വി ഓൺ ദ റൈറ്റ് ട്രാക്ക്? നമ്മളിങ്ങനെ സഭയായിട്ട് പെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞു പോകുന്നു. വാസ്തവത്തിൽ ശരിയായ ട്രാക്കിലാണോ നമ്മളെന്ന് ഈ ദൈവവചനത്തിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി സമർപ്പിക്കപ്പെടേണ്ട മേഖലകൾ നമ്മൾ സമർപ്പിക്കപ്പെടണം. അതുകൊണ്ട് സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട്, ഈ ഒരു ടൈറ്റിൽ നമ്മൾ തിരഞ്ഞെടുത്തത് നിന്നുകൊണ്ട് ഇന്നത്തെ ദൂത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. വേഗത്തിൽ കാര്യം പറയും. മെസ്സേജിനൊരു ടൈറ്റിൽ ബെയർ ഓർ ബേൺ, കായ്ക്കുക അല്ലെങ്കിൽ എരിയുക. ബെയർ ഓർ ബേൺ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. ഈ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വേദശാസ്ത്രപരമായി ചില കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനപ്പെട്ടതുള്ളത്, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ചില വിഷയങ്ങൾ ഇതിനകത്ത് അന്തർലീനമായി കിടപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ മിക്ക അധ്യായങ്ങളിലും അതൊരു പ്രധാന വിഷയമാണ്. കാരണം യോഹന്നാൻ 20:31 പറയുന്നത്, യോഹന്നാൻ ഇതിൻ്റെ എഴുത്തുകാരൻ ഈ 4-ാമത്തെ സുവിശേഷം എഴുതിയത് തന്നെ ടു പ്രൂവ് ദാറ്റ് ജീസസ് ഈസ് ഗോഡ്. അപ്പോൾ ദാറ്റ്സ് ഹിസ് ഇന്റൻഷൻ. നമ്മൾ എപ്പോഴും ഒരു കാര്യം ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളെ സംബന്ധിച്ചോളം all of you believe, I believe that you believe that Jesus is God. പക്ഷേ നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ യഹോവ സാക്ഷികൾ, ക്രിസ്റ്റാഡൽഫിയൻസ്, ഇവരൊക്കെ ക്രിസ്ത്യൻസ് ആണെന്ന് പറയുന്നവരാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നവരാണ്. പിന്നെ മറ്റു മതത്തിലുള്ളവരുണ്ട്, മോർമോൺസ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. They deny that Jesus is God. They say that Jesus was a perfect man. That's it. അപ്പം ഇപ്പം ഞാൻ ശുശ്രൂഷിക്കുന്ന തിരുവല്ല പോലുള്ളൊരു പട്ടണത്തിൽ പോലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. എനിക്ക് നേർക്ക് നേർ അവരുമായിട്ട് സംസാരിക്കേണ്ടത് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എനിക്ക് ഈ വ്യാഖ്യാനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് സ്നേഹത്തിൽ പറയാനുള്ളത്, ശരിക്കും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നമ്മൾ വിശ്വസിക്കുന്നു. ദൈവവചന അടിസ്ഥാനത്തിൽ ഉടക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ന്യായമായ മറുപടി ദൈവസ്നേഹത്തിൽ പറയാൻ നമുക്ക് കടപ്പാടുണ്ട്. ജോൺസ് ഗോസ്പൽ ഈസ് വെരി പവർഫുൾ. അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചകളിൽ നിങ്ങളത് പഠിക്കുക, സഹോദരന്മാരത് പഠിക്കുക. ദ ആൻസേഴ്സ് ആർ ഹിയർ. അതുപോലെ ട്രിനിറ്റി, അത് ആളുകൾ ചർച്ച ചെയ്തല്ലോ. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല ട്രിനിറ്റിയുടെ. When you study the Gospel of John, it's very, very clear. There is Father, Son, and Holy Spirit. God is one God who manifests himself in 3 persons. That is the biblical revelation. അത് ദൈവവചന അടിസ്ഥാനത്തിൽ ഏതാളിനോടും പറയുവാൻ വിശ്വാസികൾ കടപ്പെട്ടവരാണ്. ഓക്കെ, അതിനുള്ള ബന്ധത്തിലാണ് കർത്താവ് ഇവിടെ തുടങ്ങുന്നത്. ഈ 8 വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ഇതിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഇതൊരു മെറ്റഫോറാണ്, സാദൃശ്യമാണ്. ഇറ്റ്സ് നോട്ട് എ പാരബിൾ.
മെറ്റഫോർ ആയതുകൊണ്ട്, മെറ്റഫോർ എന്ന് ഞാൻ എടുത്തു പറയാൻ, സാദൃശ്യം എടുത്തു പറയാൻ കാരണം ഇതിൻ്റെ വ്യാഖ്യാനം വളരെ സൂക്ഷിച്ച് വ്യാഖ്യാനിക്കരുത്. മെറ്റഫോഴ്സ് വ്യാഖ്യാനിച്ച് അതിരുവരമ്പുകൾക്കപ്പുറം വ്യാഖ്യാനിച്ച് അങ്ങ് വലിച്ചു നീട്ടിയാൽ പൊട്ടിപ്പോകും. അതിനല്ല ഒരു മെറ്റഫോർ കർത്താവ് പറയുന്നത്. സിംപ്ലി ടേക്ക് വാട്ട് ഹി ഇൻറ്റൻഡഡ് ടു സേ. അത് ഫലം കായ്ക്കുക എന്നുള്ളതാണ്. കർത്താവുമായിട്ട് ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഫലം കായ്ക്കാൻ കഴിയും. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഫസ്റ്റ് വാക്യം എടുത്ത് ഖണ്ഡിക്കാറുണ്ട്. ഞാൻ മുന്തിരിവള്ളി, പിതാവ് തോട്ടക്കാരൻ. ആഹാ, യേശു മുന്തിരിവള്ളി, പിതാവ് തോട്ടക്കാരൻ. അപ്പൊ കണ്ടോ, പിതാവിൻ്റെ സെയിം എസൻസ് അല്ല. അത് മെറ്റഫോർ ആണെന്നുള്ളത് അവർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കാത്ത പോലും കാര്യമായിരിക്കും ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് ഈ അപ്പോളജറ്റിക്സ് കാര്യത്തിൽ ചെറിയ ഇൻവോൾവ് ആണ്. സോ ഐ ഗോ ഇൻ ടു ലിറ്റിൽ ഡീറ്റെയിൽസ്. എന്നാൽ കർത്താവിൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ദൈവവചന അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഐ ആം ദ ട്രൂ വൈൻ എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രത്യേകത 7 ഐ ആം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 6:35 എന്താ? ഞാനാണ് ജീവന്റെ അപ്പം. 8:12 ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. 10:7 ഐ ആം ദി ഡോർ. 10:14 ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. പിന്നെ 14:6 11:25 എന്താ? ഞാനാണ് പുനരുദ്ധാനവും ജീവനും. 14:6 ഞാൻ തന്നെ വഴിയും സത്യവും. പിന്നെ 7-ാമത്തെയാണിത്, ദ ലാസ്റ്റ് വൺ, ഐ ആം ദ ട്രൂ വൈൻ. ഈ ഐ ആം എന്നുള്ളതിന് മൂലഭാഷയിൽ ഇഗോ എമി എന്നൊരു പ്രയോഗമാണ്. ഇഗോ എമി അത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് എന്ന് ഞാൻ പറയുമ്പോൾ, പുറപ്പാട് പുസ്തകം 3-ാം വാക്യത്തിൽ ദൈവത്തോട് മോശ ചോദിച്ചു, ദൈവമേ അവിടുത്തെ പേരെന്താണ്? ദൈവം പറഞ്ഞു, അവരോട് എന്ന് പറയാൻ പറഞ്ഞു, ഐ ആം ഹു ഐ ആം. ആ ദൈവത്തിന്റെ നാമത്തെ ഭൂമിയിൽ കേവലം മനുഷ്യർക്ക് എടുക്കാനൊക്കത്തില്ല. അതുകൊണ്ട് യഹൂദൻ പലപ്പോഴും യേശുവിനെ തെറ്റിദ്ധരിച്ചാണ് കല്ലൊക്കെ എടുത്തെറിയാനൊക്കെ തുടങ്ങുന്നത്. ബിക്കോസ് ദാറ്റ്സ് ബ്ലാസ്ഫെമി. കേവലം ഒരു മനുഷ്യൻ അത് എടുത്താൽ അത് ദൈവദൂഷണമാണ്. പക്ഷേ യേശു കേവലം മനുഷ്യനല്ല, മനുഷ്യവേഷത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് അവിടുന്ന് ആ ദൈവത്തിന്റെ നാമം എടുത്ത് ഐ ആം ദ ട്രൂ വൈൻ. സോ അത് യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്, മെറ്റഫോറാണിത്. അതുകൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് വേണം നമുക്ക് ഇന്ന് രാത്രിയിൽ അത് ചിന്തിക്കാനെന്ന് മുഖവരയായിട്ട് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ജീസസ് പറയുക, ഐ ആം ദ ട്രൂ വൈൻ. 2, മൈ ഫാദർ ഈസ് ദ ഹസ്ബൻഡ് മാൻ അല്ലെങ്കിൽ വൈൻ ഡ്രസ്സർ അല്ലെങ്കിൽ ഫാർമർ. 3, നിങ്ങളാണ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ശിഷ്യന്മാരാണ് ബ്രാഞ്ചസ്. 4, ഫ്രൂട്ട് എന്ന വിഷയവുമാണ്. 4 കാര്യങ്ങൾ എഴുതിയെടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ആദ്യത്തെ 5 വാക്യങ്ങൾ, 5-ാം വാക്യത്തിലാണ് വളരെ തെളിച്ച് പറയുന്നത് നിങ്ങളാണ് കൊമ്പുകൾ എന്ന്. ആദ്യത്തെ വാക്യങ്ങളിലൊക്കെ അത് ഇംപ്ലൈഡ് ആണ്. പക്ഷേ 5th വേഴ്സിൽ ഇറ്റ്സ് വെരി ക്ലിയർ, എക്സ്പ്ലിസിറ്റ് ആയിട്ട് കർത്താവ് പറയാണ് ശിഷ്യന്മാരാണ് ബ്രാഞ്ചസ് എന്ന്. യേശുക്രിസ്തു വൈൻ, പിതാവ് തോട്ടക്കാരൻ, ശിഷ്യന്മാരാണ് കൊമ്പുകൾ. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് ഫലം കായ്ക്കുക. ഫലം എന്താണ് എന്നുള്ളതാണ്, അതാണ് നമ്മുടെ വിഷയവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഫലം വിശാല അർത്ഥത്തിൽ ബൈബിളിൽ ഒരുപാട് ഫലങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ഈ കോണ്ടെക്സ്റ്റ് വെച്ച് വ്യാഖ്യാനിച്ചാൽ ആത്മാവിൻ്റെ ഫലം അല്ലെങ്കിൽ ദ ക്യാരക്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആത്മാവിൻ്റെ ഫലം ഗലാത്യർ 5:22, ഇറ്റ് ഈസ് ആക്ച്വലി ദ ക്യാരക്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എങ്ങനെയാണ് ഞാൻ ആ വ്യാഖ്യാനത്തിലേക്ക് വന്നതെന്ന് നിങ്ങളോട് പറയാം. ഈ അധ്യായങ്ങളുടെ ഒരു പരിചയം നമുക്ക് വേണം. യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ യേശു കർത്താവിൻ്റെ പ്രൈവറ്റ് ടീച്ചിങ്സ് ആണ്. 12-ാം അധ്യായത്തിൽ പബ്ലിക് മിനിസ്ട്രി പൂർത്തീകരിച്ച് 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ള പ്രൈവറ്റ് ഡിസ്കോഴ്സുകളാണ്. അതിൽ 17-ാമത്തെ അധ്യായം വരുമ്പോൾ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. 13:31 മുതൽ 14:31 വരെ ഫസ്റ്റ് ഡിസ്കോഴ്സ്. 15-16 അധ്യായങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി കർത്താവ്
ഗെത്സമനയിലോട്ട് പോകുന്ന പോക്കിന് സംസാരിച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പറയാൻ കാരണം 14-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ വരിക, നമുക്ക് പോകാം എന്ന് കർത്താവ് പറയുന്നു. സോ മോസ്റ്റ് പ്രോബബ്ലി എന്ന വാക്കേ ഞാൻ പറയത്തുള്ളൂ, പോയി എന്ന് ഞാൻ പറയത്തില്ല. ബൈബിൾ സ്കോളേഴ്സിൻ്റെ ഇടയിൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ജീസസ് വാസ് വാക്കിംഗ് വിത്ത് ഹിസ് ഡിസൈപ്പിൾസ് ആൻഡ് ആസ് ഹി വാസ് ഗോയിങ് ടു ഗെത്സമനെ he was again speaking with them. അങ്ങനെയാണ് 15 and 16 ചാപ്റ്റേഴ്സ് വന്നു. പിന്നെ 17 നമുക്ക് മഹാപുരോഹിത പ്രാർത്ഥന, എന്നിട്ട് 18 കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു, 19 കുരിശ് വരണം. അങ്ങനെയാണ് ആ കാര്യങ്ങൾ അടുക്കിയിരിക്കുന്നത്. ഇപ്പം ഈ കർത്താവിൻ്റെ അന്ത്യമായിട്ട് പറയുന്ന വിലപ്പെട്ട ചില കാര്യങ്ങളാണിത്. ഏറ്റവും അവസാനമായി ശിഷ്യന്മാരോട് പറയുന്ന വളരെ ആ സമയത്ത് അവരുടെ മാനസിക കണ്ടീഷൻ എന്ന് പറയുന്നത് 14:1 വായിച്ചാൽ അറിയാം. They were troubled. ഒരു ദിവസം പെട്ടെന്ന് പറയാം, ഞാൻ നിങ്ങളെ വിട്ടേച്ച് പോവുകയാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതൊരു വലിയ വെളിപ്പാടായിട്ട് കർത്താവ് പറഞ്ഞതാണ്. അപ്പൊ ഇതിൻ്റെ നടുവിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു 14:27 വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. സമാധാനം എന്ന വിഷയം 15:9 മുതൽ നിങ്ങൾ വായിച്ചാൽ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ലവ്. 15:11 എൻ്റെ സന്തോഷം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എൻ്റെ സന്തോഷം നിങ്ങളെ ഇരിക്കുവാനും. അപ്പൊ സന്തോഷം, സമാധാനം, സ്നേഹം, സന്തോഷം, ഇതൊക്കെയാണ് ഗലാത്യർ 5:22 ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. Therefore, കോണ്ടെക്സ്റ്റ് വെച്ച് ഫലം എന്നുള്ളത് it talks primarily about the fruit of the spirit. വിശാല അർത്ഥത്തിൽ 16-ാം വാക്യം കൂടെ കൊണ്ടുവന്നാൽ it also talks about missions. പോയി ഫലം കായ്ക്കുക. അതിനകത്ത് മിഷൻസും അന്തർലീനമായി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 8 വാക്യം മാത്രം വായിച്ചത്. ഇവിടെ പ്രൈമറി ആയിട്ട് it talks about the fruit of the spirit. A fruit of the spirit is the character of Jesus Christ. അപ്പോൾ മുന്തിരിവള്ളിയുമായി ഒട്ടിയിരിക്കുന്ന ശിഷ്യൻ യേശുവിൻ്റെ സ്വഭാവം കായ്ക്കണമെന്നാണ് ദൈവത്തിന്റെ ഹിതം. It's very, very important. I wish I had more time to explain all this. കാതലായ മാത്രം കാര്യങ്ങൾ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് വേഗത്തിൽ പറയാം how serious it is. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡീപ്പ് അർത്ഥമുണ്ട്. കാരണം ഇസ്രായേലായിരുന്നു ഒരിക്കൽ മുന്തിരിവള്ളി, പക്ഷേ കാട്ടുമുന്തിരിങ്ങയാണ് കായ്ച്ചത്. തോട്ടക്കാരന് ഒത്തിരി പണിയെടുത്തതല്ലേ കാട്ടുമുന്തിരിങ്ങ. Jesus has replaced Israel. ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ you have to be attached to the true vine who is Jesus Christ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. പിതാവാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്, സംവിധാനം ചെയ്യുന്നത്. അടുത്തത് ശ്രദ്ധിക്കണം. ഫലം എന്താണ്? The character of, മറ്റൊരർത്ഥത്തിൽ the fruit of the primary application. വിശാല അർത്ഥം you can talk about a lot of fruit. Okay, ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. 2-ാം വാക്യം വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി ആ ബൈബിളിലേക്ക് വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിൽ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്. നിങ്ങൾക്കറിയാം രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടത്തില്ലയോ ഇങ്ങനെയൊക്കെ ഒത്തിരി വാദം. എല്ലാ വിഷയത്തിനും ഇപ്പോൾ വാദമാണ്. മൊത്തം എന്ത് തൊട്ടാലും എല്ലാം വാദമാണ്. ഗോ ബൈ ദ വേർഡ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. 1-ാം വാക്യത്തിൽ കർത്താവാണ് മുന്തിരിവള്ളി എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിതാവ് തോട്ടക്കാരൻ എന്ന് പറഞ്ഞിട്ട് അവൻ ചില കാര്യങ്ങൾ ചെയ്യും. ദ ഫാർമർ, ദ ഗാർഡനർ, ദ വൈൻ ഡ്രസ്സർ, 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് ഈ ബ്രാഞ്ചസിന്റെ മേലാണ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്.
രണ്ടാം വാക്യം പറയുന്നത് there are two types of branches. ബ്രാഞ്ചസ് ആരാണ്? ശിഷ്യന്മാരാണ്. അപ്പൊ 2 ഇനം ശിഷ്യന്മാര് ഉണ്ട്. ഇനി 2 ഇനം ശിഷ്യന്മാരുടെ മേലും പിതാവാം ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നു. മുന്തിരി വള്ളിയിൽ കൊമ്പ് ഭംഗിക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുകയല്ല. കൊമ്പിനെ കുറിച്ചുള്ള ഏക ഉദ്ദേശം ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ശിഷ്യനെ കുറിച്ചുള്ള ഏക ഉദ്ദേശം ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ പുറത്തു വരിക എന്നുള്ളതാണ്. പിതാവ് വാച്ച് ചെയ്യുമ്പോൾ there are 2 kinds of disciples. ഒന്ന് പറയുന്നത് എന്നിൽ കായ്ക്കാത്ത അവരെന്നിലാണ്. അപ്പൊ അത് ഒരു വിശാല അർത്ഥം ഞാൻ കൊടുക്കാം. ഒന്ന്, രക്ഷിക്കപ്പെട്ട ശേഷം പിന്മാറി ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കാണില്ല. കായ്ക്കുന്നില്ലെങ്കിൽ പിന്മാറി. You have to face the truth. Christ like nature നിങ്ങളിൽ പ്രൊഡ്യൂസ് ആകുന്നില്ലെങ്കിൽ brother, you are a backslider. പെന്തിക്കോസുകാരെല്ലാം ചിന്തിച്ചിരിക്കുന്നത് they are all going to heaven എന്ന്. I'll tell you that is not the truth. വചനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. It's a very serious thing. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ, രക്ഷിക്കപ്പെട്ടു എന്ന് ധരിക്കുകയാണ് ചിലർ. പുറമെ നോക്കിയാൽ കൊമ്പാണ്. ഉള്ള കാര്യം തുറന്നു പറയാൻ കേട്ടു, ഒത്തിരി എണ്ണം രക്ഷിക്കപ്പെട്ടതല്ല, സ്നാനപ്പെട്ടതാണ് പലതും. പക്ഷെ ഒരുപാടെണ്ണം രക്ഷിക്കപ്പെട്ടതല്ല. ഈ 2 പേരെയും കൂടെ കൂട്ടി, ഒന്ന്, many people assume that they are born again for various reasons. മറ്റ് ചിലര് ശരിക്കും രക്ഷിക്കപ്പെട്ടതായിരിക്കാം, പക്ഷേ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ മറ്റ് പല ഡിസ്ട്രാക്ഷൻസ് വന്ന് ഡൈവേർട്ടഡ് ആയിപ്പോയി. എല്ലാത്തിൻ്റെ റിസൾട്ട് ഒന്ന് തന്നെയാണ്, ഈ വകുപ്പിന് കായില്ല. അവരെന്നിലാണ്. ജീസസ് തന്നെ പറയുന്ന വാക്കാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. നമ്മൾ ആരും ചെയ്യണ്ട. The Father does it. വാക്യം ഒന്ന് തുടങ്ങി. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഏത് പൊന്നുമോനാന്നേലും നീക്കും. മറഞ്ഞും ഒളിഞ്ഞും ഇരിക്കാൻ ഒക്കത്തില്ല. He will remove എന്ന് എഴുതിയിരിക്കുന്നത്. റിമൂവ് എന്ന് പറഞ്ഞാൽ സഭയെ എടുത്ത് കളയുന്നില്ല. സഭയെ കാണും, പിന്നെ സംഘടനയിലാണ് കാണും. പക്ഷെ he remove you from the wine. It's a very serious thing. എന്താ വിഷയം? See, ഈ 2 ടൈപ്പിലുള്ള ഡിസൈപ്പിളിനെ ഡിസേൺ ചെയ്യുന്നത് ഒറ്റ കാര്യമാണ്. You have the fruit or not. ക്വാളിറ്റി ഓഫ് ലൈഫാണ് ഇവിടുത്തെ വിഷയം. ഡിനോമിനേഷൻ ഏതാണെന്നോ, വരമോ, ഇട്ട ഡ്രസ്സ് ഏതാണെന്നോ, മറ്റെന്ത്, ഇതൊന്നും അല്ല വിഷയം. ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ, ആത്മാവിന്റെ ഫലമുണ്ടോ ഇല്ലയോ, ഇതാണ് ഓട്ടക്കാരൻ നോക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കൊമ്പിനെ കുറിച്ച്, ശിഷ്യന്മാരെ കുറിച്ചിട്ട്, they are in me, Jesus is saying, but they have no fruit. എന്ത് ചെയ്യും? They will be removed. അപ്പം അത് കുറച്ചുകൂടെ ഒന്ന് പഠിച്ചാൽ അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. Listen very carefully. Christ like nature ഇല്ലാതെ പോയത് ഒരു സമയത്ത് ക്രിസ്തുവിലായിരുന്നു, പിന്നീട് അപ്പോസ്റ്റസി വന്നതായിരിക്കാം. ബൈ ദ വേ, കേറി പറയാം, അന്ത്യകാലത്തെ ഏറ്റവും വലിയൊരു സൈൻ വിശ്വാസത്യാഗം ഉണ്ടാകുമെന്ന്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഉണർവ് വരുന്നു. ഇപ്പോൾ ലോകം എല്ലാം കൂടെ രക്ഷിക്കപ്പെടാൻ പോവുക, ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടും, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മുമ്പ് ആളുകളെല്ലാം കൂടെ കിടന്ന് കൈയടിക്കുകയൊക്കെ ചെയ്യും. അത് നല്ല കാര്യം, ഒക്കെ സംഭവിക്കട്ടെ.
എനിക്ക് ആരെയും രക്ഷിക്കപ്പെടുന്നതിനോ സ്നാനപ്പെടുന്നതിനോ എനിക്ക് പരാതിയൊന്നുമില്ല. വേദപുസ്തകം പറയാം അന്ത്യകാലത്ത് ദുർഘട സമയം വരുന്നെന്നാണ്. സ്തോത്രം. അപ്പോസ്റ്റസി 1 തിമോത്തി 4:1 ആത്മാവ് തെളിവായി ദൈവസഭയോട് പറയുന്നത് എന്താ? ഒന്ന് വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാൻ. Somebody can read it please. എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക്ക് പറയുന്നവന്റെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. എന്നിട്ട് കർത്താവ് തന്നെ പറഞ്ഞു, കർത്താവിന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? എന്തുകൊണ്ട് ഇത് ആളുകൾക്ക് മനസ്സിലാകാത്തെന്നുള്ളത് എനിക്കും അറിയത്തില്ല. വിശ്വാസത്യാഗ, അപ്പോസ്റ്റസി ഈസ് വൺ ഓഫ് ദ മേജർ തിങ്സ്. ഞാനിത് കാണുകയാണ്. ഈ പെന്തക്കോസ്തിനകത്തിരിക്കുന്ന പലരും ദേ ആർ ഓൾറെഡി അപ്പോസ്റ്റസിയിലായി കഴിഞ്ഞു. എന്നിട്ടും കാരണം നമ്മൾ ഡ്രം ഇട്ടിരിക്കുക, നമ്മളെല്ലാം കൂടെ കൈയടിക്കുന്നത്, നമ്മൾ ചിന്തിക്കുകയാണ് ബൈബിൾ. മോസ്റ്റ് ഓഫ് ദം ആർ ഡിസീവ്ഡ് thoroughly. ഒരു മടങ്ങി വരവ് ഈ കോൺഫറൻസിൽ നമുക്കുണ്ടാകണം. I am telling you pure God's word. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വചനത്തിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ആസ്മ, ഇത് വളരെ സീരിയസ് ആണ്. ഈ കോൺഫറൻസിൽ ദൈവത്തിന്റെ ആത്മാവിന് വളരെ ഹൃദ്യമായി നമ്മളോട് ഇടപെടാൻ. നമ്മൾ ഒത്തിരി ശബ്ദം ഉണ്ടാക്കിയില്ലേലും അകം മാറിയാൽ I'll tell you that is the sure work of the Holy Spirit. ആത്മാവിന് പുറത്തെ നമ്മൾ കുറെ ശബ്ദം തെറ്റാൽ ശബ്ദം ഉണ്ടാക്കുന്നതിനോട് ആത്മാവിന് വിരോധമൊന്നുമില്ല. അകം മാറാതുള്ള ശബ്ദം കൊണ്ട് 5 നയ പൈസയുടെ വിലയില്ല. അകമാണ് അകം മാറണം. ഫ്രൂട്ട് ഇല്ലാത്ത ഈ ശിഷ്യനെ വൈനിൽ നിന്ന്, ജീസസിൽ നിന്ന് പിതാവ് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് അതാണ് 6ാം വാക്യത്തിൽ. ഈ വൈനിന്റെ കൊമ്പിന്റെ പ്രത്യേകത, ഇതിന് കാതലില്ല. എന്നാ പോട്ടെ, ഇവനെ കൊണ്ട് നമുക്കൊരു മേശ ഉണ്ടാക്കാം, കസേര ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാതലില്ല. ഇതിനെ ഒറ്റ പണിക്കേ ഉള്ളൂ, തീയിലിടാൻ കൊള്ളാം. That's what is happening. 6ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, ഒന്ന് വായിച്ചാട്ടെ. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു. I'll tell you that person will go to hell. അത് കാര്യങ്ങളൊക്കെ ഉണ്ട് തെളിയിക്കാനുള്ളത്. ഞാൻ സമയം ചുരുക്കത്താൽ അതിന്റെ ഉള്ള കാര്യം എന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഇനി അവിടെ എഴുതിയിരിക്കുന്നു, റിമൂവ് ചെയ്ത ആളിന് വരണ്ടു പോകുമെന്ന്. ഇംഗ്ലീഷിൽ വിതഡ് എന്നൊക്കെ ഉള്ളത്. അയ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നിങ്ങളിൽ ഒരാൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അറിയാൻ ഞാനിപ്പോ എന്താ പറയുന്നത്. ഞാൻ എൻ്റെ സമാധാനം തരുന്നു, അതില്ലാതിരിക്കും. സ്നേഹം ഇല്ല, സന്തോഷം ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം, ഞാൻ സ്നേഹിച്ചതുപോലെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ലക്സസ് വണ്ടി കിട്ടുമ്പോഴത്തെ സന്തോഷമല്ലത്. കർത്താവ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, he is going to Gethsemane to die on the cross and Jesus is saying I rejoice. അപ്പോൾ ഒരു ദൈവവൈതലിന്റെ സന്തോഷം എന്ന് പറയുന്നത് ദുനിയ മുഴുവൻ പ്രതികൂലമായി നിൽക്കുമ്പോൾ ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സന്തോഷമാണ്. അത് നിങ്ങൾക്കില്ലെങ്കിൽ ബ്രദർ, യു ആർ വിതർഡ് അവേ. അല്ലാതെ കാശിപ്പം കിട്ടിയാൽ എങ്ങാണ്ട് നമുക്ക് ഏതാണ്ട് എസ്റ്റേറ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം, സ്വത്രം, ചെറുക്കനെ പഠനോ ഫെയിലായി അല്ലെ എന്തെങ്കിലും തീർന്നു കഴിഞ്ഞു. That's not Christian life. ഞാൻ എന്റെ സമാധാനം എന്ന് പറയുന്ന അതിന്റെ അർത്ഥം എന്താ? ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. Jesus is saying I got real peace. പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്നുള്ള ഭയങ്കര സമാധാനം, അത് ഞാൻ നിങ്ങൾക്ക് തരാം. ക്രിസ്ത്യൻ പീസ്, ഡിസൈപ്പിളിന്റെ പീസ് ആൻഡ് ജോയ് ലോകം തരുന്നതല്ല. വരണ്ടുപോയ കൊമ്പാണെങ്കിൽ യു വിൽ നോട്ട് ഹാവ് ദിസ്. മെറ്റീരിയൽ ബേസ്ഡ് മാത്രമായിരിക്കും. എല്ലാം പ്രതികൂലമാകുമ്പോൾ യു വിൽ ഹാവ് എ ബിഗ് ലോങ് ഫേസ് ആൻഡ് പ്രാർത്ഥിക്കണം കേട്ടോ, എല്ലാം തകർന്നു. എന്നിട്ട് ഉള്ള പ്രവാചകന്മാരെല്ലാം അഴിച്ചിട്ട് 100 പൗണ്ട് നിനക്ക് നീ വല്ലതും എന്നെ കുറിച്ച് നല്ലത് വല്ലതും പറ. And all these people say all അങ്ങനെയാണ് ഇങ്ങനെയാണ്, വരത്ത് പോക്ക് കാണുന്നു, ഇരുട്ടിന്റെ ശക്തികൾ. ജീസസിന് ഇതൊന്നും ഇല്ലായിരുന്നു.
People are fooled, I'll tell you. ജീസസ് എന്ന് പറയുന്നത് 18-ാമത്തെ അധ്യായത്തിൽ യൂദ വന്ന് ഒറ്റിക്കൊടുക്കാൻ പോകുന്ന സമയത്ത് പറയാ ഹാപ്പി, I got the peace. അത് അങ്ങനെ ഒരു ലൈഫാണ് നമ്മളിൽ മാനിഫെസ്റ്റ് ആകേണ്ടത്. അതിനാണ് രക്ഷിക്കപ്പെട്ടത്. ഇതില്ലാതെ ഇരുന്നാൽ ബ്രദർ ഹി വിൽ റിമൂവ് യു. എന്നിട്ട് പിന്നത്തെ ഇത് കൊണ്ട് തീയിലിടുമെന്ന്. അതെന്താ? ഹി ഹാസ് നോ കണക്ഷൻ വിത്ത് ദി വൈൻ. ഇവൻ സ്ഥിരമായി വൈനിൽ വസിക്കാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. അത് വളരെ സീരിയസ് ആയി ഇന്ന് രാത്രിയിൽ നിങ്ങൾ കൈക്കൊള്ളണമേ. നിങ്ങളുടെ മുറിയിൽ ചെല്ലുമ്പോൾ കുടുംബമായിട്ടിരുന്ന ഈ വാക്യങ്ങൾ നിങ്ങൾ ദയവായി വായിക്കുക. ഞാൻ വലിയ വ്യാഖ്യാനം കൂടാതെ ജസ്റ്റ് ആ വചനങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ടൈം ഇസ് റണ്ണിങ് ഔട്ട്. അതുകൊണ്ട് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. രണ്ടാമത്തെ ശിഷ്യൻ, രണ്ടാമത്തെ കൂട്ടർ, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന ഒരു പ്രോഗ്രഷൻ നമുക്ക് കാണാൻ കഴിയും. കായ്വില്ലാത്തത് കായ്ക്കുന്നു, അധികം ഫലം കായ്ക്കുന്നു, വളരെ ഫലം കായ്ക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പിതാവാം ദൈവം നോക്കുമ്പോൾ ചിലര് കായ്ക്കുന്നുണ്ട്, പക്ഷേ പൊട്ടൻഷ്യലി വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ചെത്തി വെടിപ്പാക്കും. പ്രൂണിങ് എന്ന വാക്കായിരിക്കും ചില ഇംഗ്ലീഷ് തർജ്ജിമകളിൽ ഒക്കെ എഴുതുന്നത്. എങ്ങനെയാണ് തോട്ടക്കാരൻ കത്തിവെച്ച് അപ്പൊ ഏത് കത്തിയാ? 3-ാം വാക്യത്തിലുണ്ട്. 3-ാം വാക്യം നിങ്ങൾ നോക്കി. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്താ എബ്രായ ലേഖനം 4:12 പറഞ്ഞ 20 തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം വെച്ച് ശരിക്കും ഫലം കായ്ക്കുന്ന ചിലതിനെ ചെത്തും. വേദന വരും ആ വചനം കേൾക്കുമ്പോൾ. ചെത്തുന്നത് എന്തിനാണെന്നറിയാമോ? മച്ച് ഫ്രൂട്ട് വെളിപ്പെട്ട് വരണം എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചുകൂടെ കർത്താവിന്റെ സ്വഭാവം വെളിപ്പെട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്, ഈ വചനം കത്തിവെച്ച് പിതാവ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആളിനെ പാകമാക്കാൻ എബ്രായ ലേഖനം 12:1 മുതൽ വായിക്കുമ്പോൾ ദൈവിക ഡിസിപ്ലിൻസ് ജീവിതത്തിൽ അനുവദിക്കും, ട്രയൽസ് ജീവിതത്തിൽ അനുവദിക്കും. ശോധനകളൊക്കെ വരുമ്പോൾ വചനം കേട്ട കത്തി കേൾപ്പിച്ചു കൊടുക്കാൻ ആളിനെ പാകമാക്കുന്ന ഒരു പ്രക്രിയയും ഇതിൽ അന്തർലീനമായി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനിടയിൽ ചെത്തലിലൂടെ പോകുന്ന ശിഷ്യഗണം കാണും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദന വരുന്നത് വല്ലോ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ടില്ലെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. അധികം ഫലം കായ്ക്കേണ്ടതിന്. ഇവിടെയൊക്കെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഈ നമ്മള് നാളെ നിനക്ക് അത് കിട്ടും, വണ്ടി കിട്ടും, നിന്റെ വിസയുടെ കാര്യം ശരിയാവുന്നില്ല, ഇതൊന്നും അല്ല കർത്താവ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങൾ ജീസസ് ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. എടാ വിസ കിട്ടിയാൽ എന്നാ കിട്ടിയില്ലേ? ഇപ്പൊ എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, ഞങ്ങൾ എന്താ ഇപ്പോൾ വലിയ പരിപാടികളാണ്. എന്തുവാ അസറ്റ്സ് എത്ര മറ്റേ എന്നോട് എനിക്ക് FD ഉണ്ടോ? FD ഉണ്ട്. അതിവിടെ FD ഒന്നും ഇല്ല. അപ്പൊ എന്നോട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞു, അത് പാസ്റ്റർ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ പറഞ്ഞു കൈകാര്യം ചെയ്യണ്ട, ഉള്ള കാര്യം എഴുതി വെക്കാൻ പറഞ്ഞു. വേണേ കിട്ടിയാൽ മതി, ദൈവഹിതമാണെ പോണം, അല്ലേ വേണ്ട എനിക്ക് അതിലിരിക്കാം. ഐ ഹാപ്പി. അല്ലെ എനിക്കിപ്പോ UK വന്നെങ്കിലേ മിനിസ്ട്രി തെളിയാണെന്ന് എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഐ ആം വെരി ഹാപ്പി. പ്രൈസ് ദി ലോർഡ്. ഗോഡ് സെൻഡ്സ് മീ ഗോ. അല്ലെങ്കിൽ ഐ ആം വെരി ഹാപ്പി. There is peace with God. ഹല്ലേലൂയ. അതിനെ കൃത്രിമമായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. പ്രൈസ് ദി ലോർഡ്. അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ നമ്മെ ചെത്തുന്ന ദൈവമാണ്. ചെത്തൽ അനുഭവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ so that you will bear more fruit എന്ന് പറഞ്ഞാൽ more Christ like character. അല്ലാതെ you will get more car. ഇന്ന് നിനക്ക് പോലെ നീ സഞ്ചരിക്കുന്നല്ല, നീ അറിയാത്ത വാഹനങ്ങളിൽ കയറും. ഇതൊന്നും ബൈബിൾ ഇസ് ഇൻ എ ഡിഫറെന്റ് റെൽം ബ്രദേഴ്സ്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ അതിനകത്ത് കഴിഞ്ഞു. എനിക്കിതൊക്കെ കാണുമ്പോൾ വലിയ രസമായിട്ടാണ്. ഇവിടെ ഇതെല്ലാം കഴിഞ്ഞു പോകുന്നതാണ്. ഏറെ ആയാൽ എന്ന് പറഞ്ഞാൽ 29,200 ദിവസം. 40 വയസ്സ് കഴിഞ്ഞില്ലയോ? 14,600 കഴിഞ്ഞു.
ഇനി 50-60 പേർക്ക് അതിൽ ടെൽ യു ബ്രദർ കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോഴാണ് നമ്മൾ കിടന്ന് കാറ് കിട്ടും, മറ്റേത് കിട്ടും, മറിച്ച് കിട്ടും എന്നൊക്കെ പറയും. ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ ഇല്ലെങ്കിൽ യു വിൽ ബി റിമൂവ്ഡ്. ഇറ്റ് ഈസ് സീരിയസ്. ഇത് പറയാൻ പ്രവാചകനില്ല. ഹു ഈസ് ദ പ്രോഫറ്റ്? ദൈവത്തിന്റെ അടുക്കലേക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനത്തെ അവരുടെ ശുശ്രൂഷയാൽ മടക്കി കൊണ്ടുവരുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ. Where is the prophet? ഇന്നും അങ്ങനെ ചിലരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അല്ലാതെ UK നടന്ന് കാശു ഇരിക്കുക, ഇവിടെ നടന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു ചാൻസ് തരാമോ, നിങ്ങളുടെ പള്ളി വന്ന് പ്രസംഗിക്കാൻ, എന്തൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ എന്നിട്ട് എന്റർടൈൻ ചെയ്യും. ഇവൻ നല്ലതേ പറയത്തുള്ളൂ. പാസ്റ്ററുടെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്ന അപ്പോസ്തലനായി കണ്ടിരിക്കുന്നു ലിവർപൂളിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ, കാരണം അയാൾ കാശ് വേണം. See, break free from all this. Break free. ജീസസിന് ഇതല്ല പറയാനുള്ളത്. നിങ്ങൾ ഫലം കായ്ച്ചില്ലെങ്കിൽ you are in serious trouble. ഫലം കായ്ക്കുകയാണെങ്കിലോ ചെത്തി, അതെങ്ങനെയാ? Primarily by the word of God. അവൻ ചെത്തി വരും എന്ന് കർത്താവ് പറയും. വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. 4-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, 4-ാം വാക്യം, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഓക്കെ, 3-ാം വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. അതെങ്ങനെയാ? ഞാൻ നിങ്ങളോട് ഇപ്പൊ വചനം പറഞ്ഞില്ലേ, 11 പേരേ ഉള്ളൂ ബാക്കി. 13-31 ഒരുത്തൻ നാശയോഗ്യൻ പോയി. He is gone to betray Jesus. ഡീല് നടത്താനായിട്ട് പോയിരിക്കുക. ബാക്കി 11 പേരോടാണ് ഈ ദൂത് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാണ്. പക്ഷേ ഈ ശുദ്ധിയിൽ നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയി എന്നിൽ വസിക്കണം. 11 പ്രാവശ്യം വസിക്കുക എന്ന വാക്ക്, മെനോ എന്ന വാക്ക് നിങ്ങൾക്ക് ഈ 15-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അതാണ് ആ അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട താക്കോൽ വാക്ക്. എന്താണ് ഈ വസിക്കുക എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് ഞാൻ ജീസസിൽ വസിക്കുന്നത്? എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ച്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പം മ്യൂച്വൽ ഡ്വെല്ലിംഗ്, ഫ്രൂട്ട് കായ്ക്കാൻ, ജീസസിന്റെ ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ എന്നിൽ വെളിപ്പെടുവാനുള്ള സീക്രട്ടാണ് മ്യൂച്വൽ ഡ്വെല്ലിംഗ്. ഫസ്റ്റ് ഐ dwell in Jesus, Jesus dwell in me. ഓട്ടോമാറ്റിക്കായി ബലം ഉണ്ടാവും. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? 7-ാം വാക്യവും 10-ാം വാക്യവും കൂടെ നിങ്ങൾ നോട്ട് ചെയ്താൽ, പ്രൈമറിയായി കർത്താവിന്റെ വചനം ഗ്രഹിച്ച് അനുസരിക്കുമ്പോൾ ഞാൻ കർത്താവിൽ വസിക്കുക. കർത്താവ് എങ്ങനെ എന്നിൽ വസിക്കുന്നത്? 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ, you know what the Bible says, the triune God, Jesus Father through the Holy Spirit comes and dwells in a disciple. 14-23 വായിച്ചേ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസിക്കും. കണ്ടോ, ഒരു ശിഷ്യന്റെ ഒരു ഭയങ്കര ബ്ലെസ്സിങ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വചനം അനുസരിക്കുന്ന ഒരാളിന്റെ അകത്ത് വന്ന് സ്ഥിരമായി താമസിക്കുവാൻ. അപ്പൊ എങ്ങനെയാ മ്യൂച്വൽ ഡ്വെല്ലിംഗ്? 4-ാമത്തെ വാക്യമാണ്. ഞാൻ ബാക്കി ഒന്നും, ബിക്കോസ് ഇറ്റ്സ് ടൈം അപ്പ്. 4-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നിൽ വസിക്കണം. അതൊരു കമാൻഡാണ്. നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിൽ വസിക്കും. ഉറപ്പാ ഫലം. എന്നിട്ട് കർത്താവ് പറയാം, എന്നെ കൂടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കൊമ്പിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. മുന്തിരിവള്ളിയിൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ അതിനകത്തെ സാപ്പ്, അതിനകത്തെ ന്യൂട്രിയൻസ് ഈ കൊമ്പിനകത്തൂടെ കയറി വരുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഇതുപോലെ കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവവൈതൽ ശിഷ്യന്റെ അകത്ത് ഹോളി സ്പിരിറ്റിന്റെ പവർ വ്യാപരിക്കുമ്പോഴാണ് ആത്മാവിന്റെ ഫലം വെളിയിൽ വരുന്നത്. സ്തോത്രം. ആത്മാവ് പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ അറിയാം? അന്യഭാഷയുണ്ട്. 10 വർഷം 20 വർഷമായിട്ട് അന്യഭാഷ മാത്രമുണ്ട്. ഫലമുണ്ടോ? ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണ് അവിടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം എന്റെ അകത്ത് പരിശുദ്ധാത്മാവിൽ താമസമുണ്ടെന്ന് പറയുന്ന ഞാൻ കള്ളം പറയുന്നു, കൈക്കൂലി കൊടുക്കുന്നു, വേണ്ടാതീനം മുഴുവൻ കാണിക്കുന്നു, സഭയിൽ പൊറുതിമുട്ടിക്കുന്നു, എന്തെല്ലാം പ്രചരണം നടത്തുന്നു, ഉള്ളതിനെല്ലാം ഉണ്ടെങ്കിൽ what spirit is that? Praise the Lord. Hallelujah. നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം ജീസസിന്റെ പ്രതീക്ഷ
നമ്മൾ യേശുവിനെ പോലെ ജീവിക്കുമെന്ന. യേശുവിനെ പോലെ ജീവിക്കാൻ നോ ഷോർട്ട് കട്ട്സ്. യു ഹാവ് ടു ഡ്വെൽ ഇൻ ജീസസ് ആൻഡ് ജീസസ് വിൽ ഡ്വെൽ ഇൻ യു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായി ആത്മാവിന്റെ ബലം പുറത്തു വരും. ആ സ്റ്റാൻഡേർഡാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതല്ലാത്തവൻ സ്വർഗത്തിൽ പോകുന്ന എൻ്റെ പ്രിയ സൗരങ്ങളെ തെറ്റിദ്ധരിക്കുക പോലും വരുത്. ബൈബിൾ അതല്ല. I'm telling you the simple truth. റോമാലേഖനം 8-ാം അധ്യായം 28-29 വാക്യം പെട്ടെന്നൊന്ന് വായിച്ചു. റോമാലേഖനം 8-ന്റെ 28-29 വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും 4 പ്രാവശ്യം ഞാൻ ഇത് ആഞ്ഞു പറഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ കൈയിടിക്കും. ബിസിനസ് പൊട്ടിയത് നന്മയാണോ? വണ്ടി ഇടിച്ചത് നന്മയാണോ? ആരാണ്ട് നിങ്ങളുടെ ഫ്ലാറ്റിൽ കയറിയാണ്ട് മോട്ടിച്ചോണ്ട് പോയത് നന്മയാണോ? പക്ഷെ എല്ലാം നന്മയ്ക്കായി കൂടി ആയിരിക്കുന്നു എഴുതിയിരിക്കുന്നു. ആ നന്മ എന്താ? അടുത്ത വാക്യത്തിലുണ്ട്. ആകേണ്ടതിന് അപ്പൊ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു കേട്ടോ. രക്ഷിക്കപ്പെട്ട റിയലി ജെന്യുവനായിട്ട് രക്ഷിക്കപ്പെട്ട ആളുകളെ മുൻ നിയമിച്ച് നേരത്തെ തന്നെ നിയമനം കൊടുത്തു. എന്തിന്? ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകാൻ. ചെല്ലിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ കുറിച്ചുള്ള അവിടുത്തെ ഹിതം ഒന്ന് വെളിപ്പെടുത്തണമേ. കണ്ട വെളിപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ സ്വഭാവം യേശുവിനെ പോലെയാണോ? അല്ലാതെ ഞാൻ ലിവർപൂളിലാണോ മാഞ്ചസ്റ്ററിലാണോ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോളേ എവിടെ വേണേ പോകും. അതല്ല വിഷയം. ലിവർപൂളിലാണെങ്കിൽ ലിവർപൂളിൽ നീ കായിക്കേ, മാഞ്ചസ്റ്ററിലാണ് അവിടെ കായിക്കേ, ഇന്ത്യയിലാണെങ്കിൽ അവിടെ കായിക്കേ. We are called cornered by all these material things. നമ്മളെ വഞ്ചിച്ചതാണിത്. Really I'm telling you. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്താ? ഈ പിള്ളേരെ മുഴുവൻ ചതിച്ചത് ഈ മാതാപിതാക്കളാണ്. മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് മാത്തമാറ്റിക്സ് എടുക്കണം, മറ്റേത് എടുക്കണം, മറിച്ച് എടുക്കണം. ഈ ചെറുക്കന്റെ തലയിലും പെണ്ണിന്റെ തലയിലും ഇത് തന്നെ. ഞാനൊരിക്കലും വീട്ടിൽ കയറി ചെന്നപ്പോൾ വളരെ മനപ്രയാസത്തിലിരിക്കുക വീട്ടില്. ഞാൻ ചോദിച്ചാൽ എന്താ? 93% ഉള്ളു വർഷം. വേദപുസ്തകം പറയാണ് ജീസസിന്റെ സ്വഭാവത്തോട് അനുരൂപമാകണം. നോബഡി ഈസ് സഭകളിൽ ഇത് പഠിപ്പിക്കുന്നുമില്ല. നാളെ ഞാൻ അതിനെ കുറിച്ച് പറയാം. Really I'm telling you. പെന്തിക്കോസ്തുകാരെ ട്രാക്ക് തെറ്റിപ്പോയി. പിന്നെ കുറച്ച് ഉണർവുകാർ വന്നിട്ട് ഹോളി സ്പിരിറ്റ് ആണെന്ന് പറഞ്ഞത് തട്ടിന്റെ പുറത്ത് കയറി ചാടുക പറയുക. എടാ, പരിശുദ്ധാത്മ വന്നിരിക്കുന്നത് എന്തിനാണ്? Holy Spirit has come to give you the nature of Jesus Christ. അല്ലാതെ എനിക്കെങ്ങനെ യേശുവിന്റെ സ്വഭാവം? എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ ഒക്കുമോ? എനിക്ക് ആളുകളോട് ക്ഷമിക്കാൻ ഒക്കുമോ? എന്റെ സ്വന്തം മനസ്സിൽ എനിക്ക് ഇഷ്ടമല്ല. I need the power of the Holy Spirit. പരിശുദ്ധാത്മാവ് വരുന്ന പ്രധാനപ്പെട്ട കാര്യം വിട്ടിട്ട് മാനിഫെസ്റ്റേഷൻ, എക്സ്റ്റസി തലം മാത്രമാണെങ്കിൽ I'll tell you that is not God's will. ഞാൻ എക്സ്റ്റസികൾക്ക് വിപരീതമല്ല. I believe in clapping hands and shouting and praising, all this I believe. പക്ഷേ ജീവിതം മാറിയില്ലെങ്കിൽ കൈയടിച്ച് പാളാതി പോകും. നമ്മളെ വിളിച്ചിരിക്കുന്നു. ഫലം കായ്ക്കുകയാണെങ്കിൽ 8-ാം വാക്യം പറയുന്നത്, പിതാവ് ജീസസിന്റെ സ്വഭാവം കാഴ്ചവെച്ചാൽ പിതാവ് മഹത്വമെടുക്കും. നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി വെളിപ്പെടും. അല്ലാതെ നമ്മൾ ഇന്ന് ലിവർപൂളിൽ ട്രാക്ട് കൊടുക്കല്ല കേട്ടോ. ഞങ്ങളെല്ലാം ബന്ധുക്കോസ് ഞങ്ങളുടെ കൂടെ വരണം കേട്ടോ. നോ, എന്നെ കാണുമ്പോ പറയണം നിന്റെ സ്വഭാവത്തിലൂടെ. ഇമെയിൽ അയച്ചു, പാസ്റ്റർ പ്ലീസ് പ്രേ ഫോർ മീ. എന്താ വിഷയം? ഗൾഫിൽ നിന്ന് കാണുക, അറബി ലീവ് സമ്മതിക്കുന്നില്ല. പാസ്റ്റർ ശക്തമായി പ്രാർത്ഥിക്കുക. ആ ദിവസം തന്നെ സകലരെയും കാണുക. ഞാൻ ഇങ്ങനെയുള്ളവരോടൊന്നും കൂടുതലും മറുപടി പറയത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ തോന്നി, എടാ, അറബി തരാതിരിക്കുമ്പോൾ ക്രൈസ്റ്റ് എങ്ങനെയാണ് അവിടെ പ്രതികരിക്കുന്നത്, അതുപോലെ പ്രതികരിച്ചാൽ അറബി അത് നോട്ട് ചെയ്യും. അങ്ങനെയാണ് നിങ്ങളുടെ ഓഫീസിൽ വരേണ്ടത്. ഹൗ ജീസസ് റിയാക്ട് ടു സിറ്റുവേഷൻസ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അതാണ് വരേണ്ടത്. Your wife must say that this man, my husband, he has the character and nature of Jesus Christ. ഭാര്യയെ കുറിച്ച് അതാണ് പറയേണ്ടത്. പിന്നെ എവിടെയാ കുടുംബ പ്രശ്നം? ഇത് കുടുംബ പ്രശ്നം നമ്മൾ പറയുന്നത്, നിങ്ങൾ അങ്ങനെയല്ല കേട്ടോ, ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരുമിച്ച് ഒരു ബെഡാണ് ഷെയർ ചെയ്യേണ്ടത്. All this rubbish, who doesn't know this? നമ്മുടെ ആകം ഗുണപ്പെടണം, ശരിക്ക് രക്ഷിക്കപ്പെടണം.
സൈക്കോളജി ഉപയോഗിക്കുന്ന ആളുകൾ, ഈവൻ പാസ്റ്റേഴ്സ് ആർ ഡൂയിങ് ഓൾ സൈക്കോളജി കൊണ്ട് ആളുകൾ തിരിയില്ല. We need to come back to God's word and repent of our sins. Get back to the original, whatever the Lord wants from our life. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ മാറണം, യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാവണം. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യവേഷത്തിൽ ദാസനായി ഈ ഭൂമിയിൽ നടന്നത്. So that we will watch his life. എന്താ യോഹന്നാൻ 1:4 പറയുന്നത്? In him was life and that life was the light of men. അവനിലാണ് ജീവൻ. അവിടെ ജീവൻ എന്ന വാക്കിന് സോയെ, eternal life, the abundant life that was in Jesus, and that life was the light of men. ആ ലൈഫ് ആണ് ആളുകളുടെ വെളിച്ചം. എന്നിട്ട് എഴുതിയിരിക്കുന്ന അടുത്ത വാക്യം എന്താണെന്നറിയോ? വെളിച്ചം ഇരുളിൽ, എന്നാൽ ഇരുട്ട് അതിനെ കീഴടക്കാൻ നോക്കി, പക്ഷെ സാധിക്കത്തില്ല. അതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇങ്ങനെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിലാണ് രക്ഷിക്കപ്പെടുത്തിയത്. എന്തിനാ രക്ഷിക്കപ്പെടുന്നത്? എങ്ങനെ വല്ലത്ത സ്വർഗത്തിൽ പോയാൽ അല്ലേ? സ്വർഗത്തിൽ ആരാ പോകുന്നത്? അനുദിനം ജീസസിന്റെ ലൈഫുമായിട്ട് രൂപാന്തരപ്പെട്ടവരാണ് പോകുന്നത്. ഓക്കെ, God bless you. See you tomorrow.